ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യും, തകരുവോ. പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ന്യൂസ് കേട്ടത് നാളെ സ്റ്റോക്ക് മാർക്കറ്റ് തകരും, ക്രാഷാകും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെയാണ് വാടയാണ് ഓടയാണെന്ന് പറഞ്ഞ് ഒരാൾ നിന്ന് തകർക്കുന്നത് കണ്ടു. അപ്പം അതുപോലെ തന്നെ പലരും പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചു, സാറേ US ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റും തകരുമോ, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തായി സംഭവം എന്ന് അറിയത്തില്ല, ഒന്ന് വിശദീകരിക്കാമോ എന്ന് പറഞ്ഞ് പലരും ഇൻബോക്സിലും മെസ്സേജ് അയച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ലേ, അപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് US ഷട്ട് ഡൗൺ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് 2-3 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റ് അതിനെപ്പറ്റി എന്താ സംഭവം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന, ചിലർ അറിയാവുന്നവർ കാണും, അവർ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ധാരാളം പേര് അറിയാത്ത ഉണ്ടല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം എന്താണ് ഈ സംഭവം? ഈ US ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത്? എങ്ങനെയാണ്? പാർലമെൻറ്റിൽ ആ നിയമം 2 സഭയിലും പാസ്സാക്കണം അല്ലേ? ലോകസഭയിലും രാജ്യസഭയിലും അത് പാസ്സായെങ്കിൽ, ഒരു ബില്ല് പാസ്സായെങ്കിൽ മാത്രമേ ഒരു നിയമം പ്രാബല്യത്തിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ, അല്ലെങ്കിൽ നിയമമായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. 2ഇടത്തും പാസ്സാകണം. അപ്പോൾ സപ്പോസ് ലോകസഭയിൽ പാസ്സായി രാജ്യസഭയിൽ പാസ്സായില്ലെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ആകത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ US ഇത് തന്നെയാണ് സംഭവം. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, US അവരുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ 1-ാം തീയതിയാണ് അവരുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. അപ്പം ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ധനവിനിയോഗ ബില്ല്, അതതിൻ്റെ കറക്റ്റ് വേർഡ്. ഓക്കെ, അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ്, അതിനു വേണ്ടിയുള്ള ഫണ്ടിങ്, ഓരോരോ സെക്ടറിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഓരോരോ സെക്ഷന് വേണ്ടിയുള്ള, ഇപ്പം ഡിഫൻസ്, ലോ എൻഫോഴ്സ്മെൻറ്റ്, അല്ലെ ഹെൽത്ത് കെയർ, അങ്ങനെ അതുപോലെ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയുള്ള ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ടിങ് ഈ 2 സഭയിലും, അതായത് US-ന് 2 സഭയുണ്ട്. ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഓക്കെ, ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റേത് സെനറ്റ്, 2 സഭയുണ്ട്. അപ്പോൾ ഈ 2 സഭയിലും ഭൂരിപക്ഷത്തോടുകൂടി ഈ സംഭവം പാസ്സായെങ്കിൽ മാത്രമേ ഇത് ഈ ട്രംപ് കൊണ്ടുവന്ന ഈ ബില്യൺ കണക്കിന് ദിനാറിൻ്റെ ഫണ്ടിങ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഇവർ 2 കൂട്ടരും വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്, പ്രശ്നമൊന്നുമില്ല. അവിടെ ഏകദേശം അവർക്ക് 220 അംഗങ്ങളോടുണ്ട്. ടോട്ടൽ ഏതാണ്ട് 415ആണ്. അപ്പോൾ 220 റിപ്പബ്ലിക്കനും 213 ഡെമോക്രാറ്റുകൾക്കുണ്ട്, 2 സ്വതന്ത്രന്മാരുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നമില്ല, അവിടെ ഇത് പാസ്സായി. പക്ഷേ സെനറ്റിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരാണ് സെനറ്റിൽ മെമ്പേഴ്സ് ഉള്ളത്. അതിൽ 60 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം പാസ്സാകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതായത് നമ്മുടെ അണ്ണന് ആകെ പോകുകയെന്ന് വെച്ചാൽ 53 പേരേ ഉള്ളൂ. നമ്മുടെ അണ്ണന് 53 സെനറ്റർമാരേ ഉള്ളൂ. പിന്നെ 2 ഇവരുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്. അങ്ങനെ 55 പേരെ പുള്ളി ഒപ്പിച്ചു. പക്ഷേ 60 പേരുണ്ട്. അപ്പോൾ 5 വോട്ടും കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവം പാസ്സാകത്തുള്ളൂ. അപ്പം ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷമല്ലേ, അപ്പോൾ അവന്മാർ സമ്മതിക്കുകയില്ല. അവന്മാർ സമ്മതിച്ചേനും എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തിലെ ഒരു സാധനം പുള്ളി ഒഴിവാക്കി. ആര്? നമ്മുടെ ട്രംപ് അണ്ണൻ. അതായത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ന്യൂസിലെങ്കിലും ഒരു പക്ഷേ കേട്ട് കാണുക, ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ ആരോഗ്യ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു വൻ പദ്ധതിയായിരുന്നു. അതായത് എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ, അതാണ് നമ്മൾ പച്ച മലയാളത്തിൽ, ഞാൻ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറും പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയാം. എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ വേണം. അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, പാവപ്പെട്ടനെന്നോ കാശുകാരനൊന്നും ഇല്ല, എല്ലാവർക്കും സുരക്ഷ, ആരോഗ്യ സുരക്ഷ എന്ന രീതിയിൽ ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു. അണ്ണൻ അതങ്ങ് വെട്ടിക്കുറച്ചു, അണ്ണൻ അതങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റുകൾക്ക് കലിപ്പിക്കാനുള്ള മെയിൻ കാരണം. അപ്പം അതായത് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടിയേറ്റക്കാർക്കും അവിടുത്തെ അമേരിക്കൻ സിറ്റിസൺസിനും എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു ഈ ഒബാമ കെയർ. അത് അണ്ണനും ക്യാൻസൽ ചെയ്തു. നമ്മുടെ ആൾക്കാർക്ക് മാത്രം മതി എന്ന് കൊണ്ട് അതിൻ്റെ ഫണ്ടിങ് ക്യാൻസൽ ചെയ്തു. ആ ഫണ്ടിങ് ഇതിനകത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ
ഡെമോക്രാറ്റുകൾ അവരിൽ കുറച്ച് പേരെങ്കിലും ഇതിനെ അനുകൂലിക്കത്തുള്ളൂ, ഈ നിയമം പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഈ നിയമം പാസ്സായാലും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഫണ്ടിങ് ആണല്ലോ. അപ്പം ഈ ഫണ്ടിങ് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എസൻഷ്യൽ സർവീസുകളെല്ലാം നിലയ്ക്കും. ഓക്കെ, അത്യാവശ്യ സർവീസുകൾ മാത്രം എമർജൻസി സർവീസുകൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് എയർ ട്രാഫിക് കൺട്രോള്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖല, പിന്നെ അതുപോലെ പിന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ്, പിന്നെ പ്രതിരോധം, ഡിഫൻസ്, ഈ വക കാര്യങ്ങളൊക്കെ, അതായത് ഒരു രാജ്യത്തിന് അത്യാവശ്യം വേണ്ട സുരക്ഷ നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അവരും വർക്ക് ചെയ്യേണ്ടത് ശമ്പളമില്ലാതെ വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ അവർ ശമ്പളം കിട്ടുന്ന എപ്പോഴാണ്? ഈ ബില്ലൊക്കെ പാസ്സായി എപ്പോഴെങ്കിലും അവർക്ക് ശമ്പളം കിട്ടും. പക്ഷേ അവർ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കാണത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള സർവീസുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. സാധാരണ രീതിയിലേക്കുള്ള എന്താ പറയുന്നത്, ഈ മ്യൂസിയം, അല്ലാത്ത ഹെൽത്ത് കെയറുകൾ, പിന്നെ ഓരോരോ നമ്മുടെ ലൈബ്രറി, അങ്ങനെയുള്ള കുറേ അനുകൂലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളില്ലാത്ത സാധനങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അവിടുത്തെ ആൾക്കാരെല്ലാം വീട്ടിലിരിക്കും. പക്ഷേ വീട്ടിലെടുത്താൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ശമ്പളം കിട്ടും. 8 മാസം വരെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ശമ്പളം, പിന്നെ എപ്പോഴാണിത് സംഭവം എല്ലാം സോൾവ് ആകുന്നത് അന്നേരം ഇവർക്ക് ശമ്പളം കിട്ടും. പക്ഷേ ഇവർ ഇപ്പം നിലവിൽ ഇവരെല്ലാം പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഇവരിടുന്ന് ജോലി ചെയ്യാതെ ഇറങ്ങിപ്പോയേക്കാണ്. ജോലി ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല, ഇവർക്ക് ഈ സാധനം പൈസ ഇല്ലാതെ പണിയൊരു കാര്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സംഗതിയാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. അപ്പം ഇത് എപ്പോഴാണ് ഇത് പരിഹരിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് സെനറ്റ് കൂടാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. അതായത് നാളെ വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ ഇനി സെനറ്റ് കൂടത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഷട്ട് ഡൗൺ ഇങ്ങനെ തന്നെ തുടരും. അപ്പോൾ ഷട്ട് ഡൗൺ ഇപ്പോൾ ഓൾറെഡി ചാലുവാണ്. ഓക്കെ, ഷട്ട് ഡൗൺ ചാലുവായിട്ട് ഇപ്പോഴും US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഗ്രീനിൽ തന്നെയാണ് ഓടുന്നത്. അല്ലാതെ നമ്മുടെ ഈ മലയാളം മാധ്യമങ്ങൾ തള്ളി മറിക്കുന്ന പോലെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഒന്നും ആയിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. ഇപ്പോഴും US ഫ്യൂച്ചർ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഗ്രീനിലാണ് ഓടുന്നത്. ഞാൻ മുമ്പ് നോക്കിയായിരുന്നു. നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 100+, 100+ എങ്ങാണ്ടാണ് അത് ഓടുന്നത്. അപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന പോലല്ല. പിന്നെ അവിടെ ഒരു ചെറിയ അസ്ഥിരാവസ്ഥ ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷേ ഈ സംഭവം പാസ്സാകാതിരിക്കാൻ പറ്റത്തില്ല. അതിനകത്തിൽ എന്തെങ്കിലും ട്രംപ് അണ്ണൻ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. പക്ഷേ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതേ ഒരു സംഭവ വികാസം തന്നെ ഏകദേശം പുള്ളിയുടെ ആദ്യം പുള്ളി പ്രസിഡൻ്റ് ആയല്ലോ, ഏതായിരുന്നു 2018-19 വർഷത്തിൽ ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി. അന്ന് ഇതുപോലെ തന്നെ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് ഏകദേശം 35 ദിവസം ഷട്ട് ഡൗൺ ആയിരുന്നു. ഗവൺമെൻറ് സംഭവങ്ങളെല്ലാം 35 ദിവസം ഷട്ട് ഡൗൺ ആയിരുന്നു. ഓക്കെ, അന്ന് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാണ് അവസാന ഒരു സമവായത്തിൽ എത്തിയത്. അപ്പം ഇപ്പോഴും അങ്ങനെ, കാരണം ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഡെമോക്രാറ്റുകൾ. അപ്പോൾ അവർ മാക്സിമം പ്രഷറൈസ് ചെയ്യുകയാണ്. അവർ കൊണ്ടുവന്നൊരു പദ്ധതി ഇദ്ദേഹം ക്യാൻസൽ ചെയ്യുമ്പം അതിൻ്റെയായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യം അവർക്കുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം അത് വെച്ചിട്ടാണ് ഇവർ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് സംഭവം സെറ്റാകും, പക്ഷേ കുറച്ച് സമയം പിടിക്കും. അതുവരെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതിപ്പം അടുത്ത ചോദ്യം എല്ലാം ചോദിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് ഒരു പക്ഷേ തെറ്റാകാം. എൻ്റെ ഒരു വ്യൂവിൽ ഇത് നമ്മുടെ മാർക്കറ്റിനെ വലുതായിട്ടൊന്നും ബാധിക്കാനുള്ള സാധ്യത വളരെ സാധിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച പറക്കത്തില്ലായിരുന്നു. ഒക്കെ US ഇത്രയും ക്രൈസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പറക്കത്തില്ല ഒരിക്കലും. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഡേറ്റാസ് എല്ലാം വളരെ പോസിറ്റീവാണ്, നല്ല ഡേറ്റകളാണ്, വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു എക്കണോമിയാണ് നമ്മളുടേത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഞാനൊരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് ഏകദേശം കഴിഞ്ഞ 2015 വരെ നമ്മളുടെ GDP എന്ന് പറയുന്നത് ഏകദേശം 2 ട്രില്യൺ മാത്രമേ ഉള്ളായിരുന്നു. 2 ട്രില്യൺ. ഇപ്പം 2025 ആയപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾക്ക് 2.2 കൂട്ടിക്കോ, 2 ട്രില്യൺ കൂടി. അതായത് 2 എന്നുള്ളത് 4.2 കറക്റ്റ് പറയുന്നത് 4.19. അത്രയും ട്രില്യൺ 10 വർഷം കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ 2015 വരെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രില്യൺ മാത്രമേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയമൊന്നും അല്ല പറയുന്നത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുക. ഞാനുള്ള റിയൽ ഫാക്ടർ എനിക്ക് ഡേറ്റയിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവത്തെ ഓർത്ത് ചുമ്മാ അതിൻ്റെ അടി വന്ന് ആവശ്യമില്ല ആൾക്കാർ കമൻറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പം
നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 2015 വരെ നമ്മൾ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വെറും അന്ന് മുതൽ ഇന്ന് വരെ 2 ട്രില്യനേ ഉള്ളായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ 2 ട്രില്യൺ എന്നുള്ളത് 4.2 ട്രില്യനായിട്ട് വർദ്ധിച്ചു. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് വളരെ ഭീകരമായ ഒരു വളർച്ചയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് ആസ് പെർ കണക്ക് പ്രകാരം. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഇനിയും അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇപ്പം നമ്മുടെ മുന്നിൽ ഇനിയും നമ്മളിപ്പം 4ാമതാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മുന്നിലുള്ളത് ജർമ്മനി മാത്രമേ ഉള്ളതും വളരെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. 2028 ആകുമ്പോഴത്തേക്കും നമ്മൾ ജർമ്മനിയെ മറികടക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല സത്യമാണോ കള്ളമാണെന്ന്. ഓക്കെ, നമുക്കത് വരും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, എന്തായാലും ഇന്ത്യ മറ്റുള്ളവരോട് കടപിടിക്കത്തക്ക രീതിയിൽ ഒരു വൻ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും കാണും. ഓക്കെ, ഇത് പല റേറ്റിംഗ് കമ്പനികളും കാണുന്നുണ്ട്, അവർ അപ്ഗ്രേഡൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യ വലിയ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ട് ഇന്ത്യയിൽ, അതും കൂടുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും തമ്മിൽ ഭേദം തൊമ്മൻ. ഈ പറഞ്ഞ പോലെ തന്നെ തൊഴിലില്ലായ്മ അതിനേക്കാൾ കൂടുതലുണ്ട് US. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, മാർക്കറ്റ് ഭയങ്കരമായിട്ട് പൊട്ടിയത് കണ്ടില്ലേ. തൊഴിലില്ലായ്മ, തൊഴിലില്ലായ്മ ഇല്ല, അതുകൊണ്ടാണ് പോയത്. അപ്പോൾ എല്ലായിടത്തും സംഭവമുണ്ട്. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ. സംഭവം ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ കുറച്ച് കുറവാണ് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഞാനിത് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ വലിയ ബുദ്ധിജീവിയോ അല്ല എക്കണോമിസ്റ്റോ ഒന്നുമല്ല. ഞാൻ ഈ നെറ്റിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും പല വീഡിയോകളും പല ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഡേറ്റകളാണ് ഞാനീ പറയുന്നത്. അല്ലാതെ ഞാൻ വലിയ ബുദ്ധിജീവിയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴും നിലവിലെ സംഭവം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ഇത് വലുതായിട്ട് ബാധിക്കാൻ തോന്നുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഇത് കാരണം ഇതിപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റിനെ പോലും ഇത് ശരിക്കും ബാധിച്ചിട്ടില്ല. ഇപ്പോഴും US മാർക്കറ്റ് ഗ്രീനിലാണ് ഓടുന്നത്. ഗ്രീനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ +10 പോയിൻറ്റിലാണ് ഫ്യൂച്ചർ ഓടുന്നത്. നാസ്ഡാക്ക് ആണെങ്കിൽ ഏകദേശം 116 പോയിൻറ്റ് പ്ലസിലാണ് ഇപ്പോഴും ഓടുന്നത്. ഇനി വെള്ളിയാഴ്ച സെനറ്റ് കൂടത്തുള്ളൂ. അപ്പോൾ അപ്പോഴറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും സമവായം ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. സമവായം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് വരാം. ചാർട്ട് ഇനി എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ കഴിവതും മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്തെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിനെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചാനലിനെ വളർത്തുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും ഞാനിങ്ങനൊന്നും പറയാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ഒരു വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് അടിക്കുകയോ അങ്ങനൊന്നും പറയാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തപ്പം പറയേണ്ടത് ഒരു അനിവാര്യതയാണല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. ഒന്ന് നോക്കുക താഴെ സബ്സ്ക്രൈബ്ഡ് ആണോ എന്നുള്ള കാര്യം. സബ്സ്ക്രൈബ് ചെയ്തൊരു പിന്നെ ഞെക്കി പൊട്ടിക്കല്ലേ, അത് പിന്നെ അൺസബ്സ്ക്രൈബ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് നോക്കുക സബ്സ്ക്രൈബ് ആണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന്, നിങ്ങൾ ഈ കാണുന്ന ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്, നമുക്കിനി നമ്മുടെ ചാർട്ടിലോട്ട് വരാം. ചാർട്ട് എന്താണ് പറയുന്നത്, നമുക്ക് കൂലങ്കഷമായിട്ട് ചാർട്ടിനെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഹായ്, അപ്പോൾ നമുക്കേ നമ്മുടെ ചാർട്ടിനെ അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് മാർക്കറ്റിൽ ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ ചാർട്ട്, എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് വർക്ക് ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ കാര്യമില്ല. വെറുതെ ചുമ്മാതെ വളവള പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്കിപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡെയിലി ചാർട്ടിലോട്ട് വരാം. ഡെയിലി ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ബോധം കെടും, വരയുടെ ബഹളങ്ങളല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വര ഒന്ന് മറയ്ക്കാം. വായിക്കാൻ പറ്റത്തില്ല, മറയ്ക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധനം മനസ്സിലാവും. മാർക്കറ്റ് ഞാൻ ഒരിക്കലും ഇവിടെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ഹയർ ഹൈ ഇല്ലേ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം, ഇങ്ങനെ പോകുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക്
ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ, ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരേണ്ട സാധ്യത ഉണ്ട്. അതിന് ദിവസങ്ങൾ പിടിക്കും വരാൻ, എങ്കിലും ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത, ഹയർ ഹൈ ഇല്ലേ, ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. നമുക്ക് ഇപ്പം വരയ്ക്കേണ്ട കാര്യമില്ല, നമുക്ക് കുറേ കൂടെ അങ്ങോട്ട് കഴിയുമ്പം, കാരണം നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ ഏകദേശം ഇവിടെ കിടപ്പുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വരയ്ക്കാം. അവിടെ വരെ നമുക്ക് നോക്കാം എന്താണ് ചാർട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഡേ ക്യാൻഡിലാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. ഇത് നമ്പർ 1, സിനാരിയോ നമ്പർ 1. ഇങ്ങനെ ഞാൻ ഡേ ക്യാൻഡിലിൻ്റെ വയസ്സിലാണ് പറയുന്നത്. ലോങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാർ വ്യൂ ആണ് പറയുന്നത്, ഇൻട്രാഡേ അല്ല പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഇങ്ങനെ സംഭവിക്കാൻ അടുത്ത 1 മാസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ അല്ലെ 2 ആഴ്ച കൊണ്ടോ ഇങ്ങനെ ഒരു പക്ഷെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സിനാരിയോ നമ്പർ 1. ഓക്കെ, ഇനി അടുത്തത് സിനാരിയോ നമ്പർ 2. നിങ്ങൾ പേടിക്കൊന്നും ചെയ്യില്ല ഞാൻ ഈ പറയുമ്പം. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങളിത് കാണിക്കുമ്പോൾ നീ എൻ്റെ ദൈവമേ മാർക്കറ്റ് പൊട്ടാൻ പോകണമെന്ന് വിചാരിക്കരുത്. ഇത് നോക്കിക്കേ, ഇതെന്താണ്? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടോ? സി നമ്പർ 2, സിനാരിയോ നമ്പർ 2 ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഇതാണ് ഈ ലോ 24,400 ഈ പോയിൻ്റ് 24,400 നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒന്നുകിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ഇതാണ് സിനാരിയോ നമ്പർ 2. ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളത് മനസ്സിലാക്കണം. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സിനാരിയോ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളെപ്പറ്റി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആരെയും വിശ്വസിക്കാനും പറ്റത്തില്ല, ആരുടെയും പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈവൻ ഞാനാണെങ്കിലും വേറെ ആളെ X or Y ആരാണെങ്കിലും ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് 100% നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തമ്പുരാനും മാർക്കറ്റിനും അല്ലാതെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് ഒരു മനുഷ്യനും പ്രവചിക്കാൻ സാധ്യമല്ല. നിങ്ങളത് വീണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെന്താ സംസാരിക്കുന്നത്? സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഇല്ലേ? സാധ്യത, ഇങ്ങനെ പോകാനുള്ള സാധ്യതകളെ പറ്റിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ കടന്ന് കമൻറ്റിലൊക്കെ തേടി വിളിക്കുന്നതാണ്, അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട്. ഒരുത്തൻ പറഞ്ഞു 50 പോയിൻ്റ് വെച്ചൊന്ന് വരച്ചാൽ മതിയല്ലോ, ഓക്കെ ആണല്ലോ. ഇവരോടൊക്കെ ഞാൻ എന്തോ ഇവരോടൊക്കെ എനിക്ക് പരമപുച്ഛം മാത്രമേ തോന്നുള്ളൂ, വേറെ ഒന്നും തോന്നാനില്ല. പരമപുച്ഛം മാത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രവാസി എന്നെ ഇൻബോക്സിൽ വിളിച്ചിട്ട് രൂക്ഷമായ ഭാഷയിൽ, നിങ്ങൾ എല്ലാ യൂട്യൂബറിനെ കൂട്ടായി പോയി അങ്ങനെയാണ് ഇങ്ങനെ മാടേ കോടേ എന്ന് പറഞ്ഞു. ചേട്ടാ, ഞാൻ എൻ്റെ അവസ്ഥയല്ലേ പറഞ്ഞത്, എൻ്റെ ബുദ്ധിമുട്ടല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ വിളിച്ച് കയറ്റുന്നില്ല. അയ്യോ വായോ, ഓടി വായോ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓടി വായോ, വന്ന് കയറോ എന്ന് ഞാൻ ആരെങ്കിലും വിളിച്ച് കയറ്റാറുണ്ടോ? ഇല്ല. എത്രയോ ആൾക്കാർ ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് അയക്കും, നിങ്ങളെപ്പോലുള്ളവർ മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനതങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ വിട്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായം ചെയ്യുന്നു. പക്ഷെ നമുക്കതൊരു ദുരിതമായി മാറിയാലോ? നിങ്ങളതിനെ ചിന്തിക്കൂ. അത് എനിക്കൊരു പണിയായിട്ട് 8ൻ്റെ പണി എനിക്ക് ഇടം വലം തിരിയാൻ വയ്യാത്ത രീതിയിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് പരിണമിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഏകദേശം ഇപ്പോൾ 2000 പേരോളം ഉണ്ട്. 2000-ന് മുകളിൽ ആൾക്കാരുണ്ട്. 2000 പേരെ കൂട്ടിക്കൂ. ഈ 2000 പേരിൽ 2000 പേരൊന്നും കൂട്ടണ്ട, ഒരു 500 പേര് സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഒരു 10 പേര് തന്നെ നമുക്ക് ഇടവിട്ട് നമ്മളെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ അവസ്ഥകളുടെ മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഓക്കെ പോട്ടെ പറഞ്ഞ് നമ്മൾ വിഷയം വിട്ടുപോകും, സമയം ഒത്തിരി കൂടിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ സിനാരിയോ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏകദേശം 24,400 അടുത്തായിരിക്കും അതിൻ്റെ സപ്പോർട്ട്. അതും വരും ദിവസങ്ങൾ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് വരയ്ക്കേണ്ട, നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ 2 സിനാരിയോ നമ്മളിവിടെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഇവിടുന്ന് വീണ് താഴോട്ട് വന്നു, അല്ലേ?
താഴോട്ട് വന്ന് നമ്മൾ എല്ലാവരും കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. അതുപോലെ തന്നെ വീഴാനുള്ള ആവേശമുണ്ട്. ഇവിടുന്ന് അവിടെ 11 ദിവസം കൊണ്ട് അടുപ്പിച്ച് കയറി മാർക്കറ്റ് ഇല്ലേ. നമ്മൾ ഇത് എണ്ണി പറഞ്ഞതാണ് ഇല്ലേ. ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 ദിവസം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറി. അതിനുശേഷം അതുപോലെ ഇറങ്ങുന്നു. അപ്പോൾ ഇത് 1 2 3 4 5 6 7 8 ദിവസം അടുപ്പിച്ച് മാർക്കറ്റ് വീണു. ഓക്കെ, ഇനി ഇവിടുന്ന് ഉയർത്തുന്നതിപ്പോൾ കാണും. ശരിയായിരിക്കും. ഇവിടെ കയറുമ്പോൾ മാത്രം സന്തോഷവും ഇറങ്ങുമ്പോൾ മാത്രം ദുഃഖവും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. ഇതാണൊരു ഹെൽത്തി മാർക്കറ്റ്. എഴുന്നേറ്റും വീണും പോകുന്ന മാർക്കറ്റാണ് ഹെൽത്തി മാർക്കറ്റ്. അല്ലാതെ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഭാഷ കൊടിമരം പോലെ പോയാൽ എന്താ സംഭവിക്കുന്നത്? ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്റ്റെയർ കേസൊക്കെ പണിത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ആദ്യം പണിത് ഒരു ലാൻഡിങ് ഉണ്ടാക്കും, പിന്നെ അവിടുന്ന് മേലോട്ട് പോകും, പിന്നെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും. ഇതുപോലൊക്കെ തന്നെ മാർക്കറ്റും. കുറച്ച് പോവും, കൺസോളിഡേറ്റ് ചെയ്യും, ചിലപ്പോൾ താഴോട്ടിറങ്ങും. ഇതൊക്കെ മാർക്കറ്റിൻ്റെ സ്വഭാവമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ എന്നും പോസിറ്റീവ് മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കില്ല. ഓക്കെ, അതും വിടുന്നു. അപ്പം മാർക്കറ്റ് നോക്കി ഇവിടം വരെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ക്യാൻഡിൽ ആറാമത്തെ ക്യാൻഡിലോടന് ശേഷം മാർക്കറ്റ് ഒന്നും താഴോട്ട് വീഴാൻ അറച്ചു ഇല്ലേ. പിന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോയി ഇല്ലേ. ഈ ഇൻറ്റൻസിറ്റി മാർക്കറ്റ് താഴോട്ട് വീഴുന്ന ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ആ സ്ട്രെങ്ത് കുറഞ്ഞു ഇല്ലേ. ഇവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം നല്ല യമണ്ടൻ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. ഈ 3 ക്യാൻഡിലിനെ കവച്ചു വെക്കത്തക്ക രീതിയിലുള്ളൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. മനസ്സിലായി? ഈ 3 ദിവസത്തെ വീഴ്ചയും ഒറ്റ ദിവസം കൊണ്ട് റിക്കവറായി ഇല്ലേ. റിക്കവറായി ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. ഇതൊരു പോസിറ്റീവ് സൈനാണ്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് മർബോസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത്, നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉള്ളൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുവട് പിടിച്ച് മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലോട്ട് പോകാനുള്ള സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഷോർട്ട് എത്രയാണ് ആ കാര്യം ഒന്ന് പറയണമല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ നോക്കിക്കോട്ടെ. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എത്രയാണ്? 93% ഇപ്പോഴും ഷോർട്ടാണ്. FIS ഷോർട്ടാണ്. ഓക്കെ, FIS ഷോർട്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം 94 1% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ ഈ മാർക്കറ്റിൻ്റെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് അഴിയേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് FISൻ്റെ സമയം പോകുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇച്ചിരി നിങ്ങളിതൊന്നും കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഈ FISൻ്റെ ഡേറ്റ മാത്രം നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മൊത്തത്തിലുള്ള ഡേറ്റ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഞാനിപ്പോൾ ആ ഡേറ്റ ഒന്ന് എടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. സെക്കൻഡേ, ഇതാ നോക്കൂ. കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ ചെയ്ത് നമ്മളിവിടെ FISൻ്റെ ഡേറ്റ മാത്രമേ നോക്കുകയുള്ളൂ. FISൻ്റെ ഡേറ്റ മാത്രമേ ഉള്ളൂ. 7% ലോങ്ങും 93% ഷോർട്ടുമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിക്കേ, റീറ്റെയിലേഴ്സ്, അതായത് നമ്മളെപ്പോലുള്ളവർ 76% ലോങ് സൈഡിലാണ് പോയേക്കുന്നത്. DASും 72% ലോങ് സൈഡിലാണ്. അതായത് പ്രൊപ്പറേറ്ററി ട്രേഡേഴ്സ്, അതായത് ബ്രോക്കേഴ്സ്, അങ്ങനെയുള്ള ഫേമുകൾ അവർ 45% ലോങ്ങിലാണ്. അപ്പം ഇവിടെ ആരാ ഉള്ളത്? ഷോർട്ട് FIS മാത്രമേ മേജറായിട്ട് ഷോർട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ബലാബലമാണ്. ഇതിപ്പോൾ എത്രയാണ്? 7 14 15 150 ഏകദേശം 200, ലോങ് സൈഡ് 200 ഉണ്ട്. ഓക്കെ, ഏകദേശം. ഓക്കെ, ഇത് നോക്കുവാണെങ്കിലോ ഇതും 25 50 100, ഇത് ഏകദേശം ഇതിപ്പോൾ തുല്യമാണ്. മനസ്സിലായില്ലേ? ഏകദേശം തുല്യമാണ്. മൊത്തം കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കണക്ക് വേണ്ട. നമുക്ക് ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക, നമുക്കൊന്ന് അടിച്ച് നോക്കാം എത്രയാണെന്നുള്ളത്. 76 72 76 72 പിന്നെ 76 72 7 45 സമയം പോകുന്നു. 76 72
7.45 7.45 ഏകദേശം 200 കറക്റ്റ്. ഓക്കെ, ഇനി മറ്റവരോ ഷോർട്ട് സൈഡോ 24 പ്ലസ് 28 പ്ലസ് 93 പ്ലസ് 55 അത് 200. നോക്കി കറക്റ്റ്. രണ്ട് കൂട്ടരും തുല്യമാണ്, ബലാബലമാണ് രണ്ട് കൂട്ടരും പോയേക്കുന്നത്. ഓക്കെ, അത് വളരെ അവിചാരിതമാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലായി. അപ്പം രണ്ടുപേരും ബലാബലം തുല്യമായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും നമ്മൾ റീറ്റെയിലേഴ്സും DASും നല്ല ലോങ് സൈഡിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം മാർക്കറ്റ് അപ്പം മുകളിലോട്ട് പോകാനുള്ള കാര്യം എന്താണ്? ഇവർ രണ്ടുപേരും ലോങ്. അപ്പം നമ്മൾ റീറ്റെയിലേഴ്സ് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെറിയ മീനല്ല. നിങ്ങൾ ആ കാര്യം അത് മനസ്സിലാക്കണം. ഓക്കെ, ആൾക്കാർക്ക് ഒരു ധാരണ കാണും, റീറ്റെയിലേഴ്സ് വളരെ ചെറിയ മീനാണ്, FIs ആണ് മാർക്കറ്റിനെ മുഴുവൻ നയിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. റീറ്റെയിലേഴ്സിന് പവറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ യൂണിറ്റി ഇല്ല. FIസിന് എന്താണ് അവിടെ ഉള്ളത്? അവിടെ അവർക്ക് യൂണിറ്റി ഉണ്ട്, ഇല്ലേ? ഒറ്റ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ. അവർ കോടിക്കണക്കിന് രൂപയുടെ ഒറ്റ സെൽ ഓർഡർ ആയിരിക്കും ഇടുന്നത്, ഇല്ലേ? ഒറ്റ സെൽ ഓർഡർ ഇടുന്നത്. പക്ഷെ നമ്മൾ റീറ്റെയിലേഴ്സോ പലയിടത്തും പല രാജ്യത്തും പലയിടത്തും കിടക്കുന്നവരാണ്. അവിടെ ഇവിടെ പറക്കി ആയിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അത് മാർക്കറ്റിൽ അത്ര ഇമ്പാക്റ്റ് ആകത്തില്ല. ഇതുകൊണ്ടാണ് FIs DAs ബൈയോ സെല്ലോ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഇതിൻ്റെ കാര്യം എന്താണ്? ഒറ്റയടിക്കാണ് അവർ സെല്ല് ചെയ്യുന്നത്. പക്ഷേ റീറ്റെയിലേഴ്സ് വാങ്ങിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പലയിടത്ത് പല സമയങ്ങളായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോഴും പതുക്കെ അരിഞ്ഞ് കയറാനുള്ള കാര്യം എന്താണ്? ഇത് റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടിയുണ്ട്. ഇത് ഞാൻ എൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പം റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അവർ പതുക്കെ അവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും കാശ് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും കാശ് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായാൽ, ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടായാൽ ഇവരൊക്കെ ചാടിക്കയറി കാശ് കൊടുത്ത് നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കും. പ്രത്യേകിച്ച് Nifty 50 സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കും. കാരണം ഇപ്പോൾ നിലവിൽ HDFCയും ICICIയും ഈ റിലയൻസും എല്ലാം നല്ല റേറ്റ് കിട്ടും. ഇൻഫിയും ഒക്കെ നല്ല TCS ഒക്കെ 4500 രൂപയിൽ പോയ സാധനമാണ്. ഇപ്പോൾ TCSൻ്റെ ഗതി എത്ര? വെറും 2800 അത്രയും കണ്ടായെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ, ഇവിടെ ഉണ്ടല്ലോ. 2914 രൂപയായി. മനസ്സിലായി? ഈ TCS 2914 രൂപയായി ഇപ്പോൾ വില. 4500 രൂപയിൽ കിടന്ന സാധനമാണ്. മനസ്സിലായില്ലേ? ഇൻഫി 1900 കിടന്ന സാധനമാണ്. ഇപ്പോൾ 1445. അപ്പോൾ ഇവരെല്ലാം നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും കാശും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അപ്പം മേടിക്കണം. അപ്പോൾ ഈ മാർക്കറ്റ് ബുള്ളി സെറ്റപ്പ് കണ്ടപ്പോൾ അവർ മേടിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുക, നമ്മൾ കുറച്ച് ലോജിക്കൂടെ ഉപയോഗിക്കുക. മാർക്കറ്റിലല്ലാതെ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ മാത്രം അല്ലെങ്കിൽ ആ ചാർട്ട് മാത്രം അതിനെ മാത്രം ഊന്നിക്കൊണ്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ അത്യാവശ്യം കുറച്ച് ഗ്രാഹ്യം നമുക്ക് ഉണ്ടാവണം. മനസ്സിലായി? അങ്ങനെ കുറച്ച് ലോജിക്ക്, യുക്തിബോധം കൂടെ ഒക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് കയറിയതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ FISൻ്റെ മാത്രമല്ല ഇച്ചിരി മെനക്കെടണം. ഇത് തന്നെ ഞാൻ ഉണ്ടാക്കി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഉണ്ടാക്കി അയച്ചത്. അവരോട് പ്രത്യേക താങ്ക്സ് പറയുന്നു, പേര് വെളിപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ഡേറ്റയും, അതായത് FISൻ്റെ DASൻ്റെ റീറ്റെയിലേഴ്സിൻ്റെ പ്രോയുടെയും എല്ലാവരുടെയും ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും നമുക്ക് ഒന്നിച്ചിടാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രാഹ്യം ഇതിനെപ്പറ്റി കിട്ടും. ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ മാക്സിമം നിങ്ങളെ സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ സ്വയം പഠിക്കാൻ വേണ്ടി ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇതിനകത്തിൽ വേറെ സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കരുത്. ഓക്കെ, മാക്സിമം നിങ്ങളെ സ്വയം ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ സ്വയം പഠിച്ച് അപ്പോൾ ഏത് നടുക്കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് 4 കാലിലെ പൂച്ചയെ പോലെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം പോട്ടെ. അപ്പോൾ നമുക്കിനിയും 5 മിനിറ്റിൻ്റെ കഥയിലോട്ട് വരാം. 5 മിനിറ്റിൻ്റെ കഥ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 5 മിനിറ്റിൻ്റെ കഥ നമുക്ക് ഇതിപ്പം മാർക്കറ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ വരയ്ക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 819 ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് 819 എന്നുള്ളത്. ഓക്കെ, ഈ 819 വന്ന് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. അല്ല, വീണ്ടും ഈ 753 വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോകണമെങ്കിലും മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതിന് താഴെ പോയാൽ ഗോവിന്ദ. ഓക്കെ,
മനസ്സിലായല്ലോ. 753 താഴോട്ട് മാർക്കറ്റ് വന്നാൽ പിന്നെ നമ്മൾ പിടിവിട്ടു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ 753 ഇത് ഈ 753 ഒരു ക്രൂഷ്യൽ ലൈനാണ്, വെരി ക്രൂഷ്യൽ ലൈനാണ്. ഓക്കെ, നിങ്ങളിത് വരച്ചോ, തലവരം തന്നെ വേണേൽ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 753 ആയിരിക്കും നമ്മുടെ തലവര. ഓക്കെ, ഇവിടെ തീരുമാനിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പം ഇവിടെ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു, ഒരു പക്ഷെങ്കിൽ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെയൊക്കെ വരും. ഇവിടെയൊക്കെ വന്ന് ഈ 954 കടന്നാൽ 950 ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 953 മുകളിൽ പോയാൽ ഇവിടുന്ന് ഷോർട്ട് കവറിങ് വരും, ഉറപ്പാണ്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യണേ, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് പതുക്കെ കയറി ഈ 954 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷോർട്ട് കവറിങ് നടക്കും, 25,000 ക്രോസ് ചെയ്യും, ഉറപ്പാണ്. ഇല്ല, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുകളോട്ട് പോയി ഇവിടെ തട്ടി തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, ഇവിടുന്ന് വീണ്ടും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വന്ന് വീണ്ടും ഇവിടെ വന്ന് ഇറങ്ങി തിരിച്ചു പോകാനും സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ അന്നേരത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡിനെ ശ്രമിക്കുക. 5, 10, 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങളുടെ കൈ കയറി ആരും പിടിക്കുകയില്ല, നിങ്ങളുടെ കാശ് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, അവസരം വരുമ്പോൾ ചാടി വീഴുക. ഓക്കെ, അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചത്. ധാരാളം ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കി. നമ്മളുടെ പോൾ എന്താ സൂചിപ്പിക്കുന്നത്? ജസ്റ്റ് ഞാൻ പോളൊന്ന് നോക്കിക്കോട്ടെ, എന്താ സംഭവിച്ചത്. നമ്മുടെ രണ്ട് ഗ്രൂപ്പിലെ കഥയാണെന്ന് പറഞ്ഞേക്കാം. നമ്മൾ പറയാതിരിക്കുന്ന മോശമല്ലേ? ഓക്കെ, ഇത് ആക്ച്വലി ഇടാൻ പാടില്ല, കാരണം ഇതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കേസെട്ടാണ്. നമ്മൾ ഏകദേശം 188ഉം 76ഉം ഓക്കെ, ഏകദേശം 250 പേരോളം ട്രേഡ് ചെയ്തതിൽ ഓക്കെ ഏകദേശം 188 പേരോളം പ്രോഫിറ്റിലാണ്. മനസ്സിലായേ? 188 പേരോളം പ്രോഫിറ്റിലാണ് ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ശതമാന കണക്ക് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയായി? നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി, നിങ്ങളോടൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് നമ്മൾ ചുമ്മാതെ വായിട്ടളിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം മതി. 188 + 76 ഇത്രയും പേരാണ് ട്രേഡ് ചെയ്തത്, 264 പേര്. അപ്പോൾ ഈ 264 പേരിൽ 188 / 264 എത്ര ശതമാനം? 71% പേർ നിങ്ങൾ ട്രേഡ് ചെയ്ത്. ഇവിടെ പോൾ ചെയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട്, അവർ മറിഞ്ഞിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അവരോടൊന്നും ഇനി പറഞ്ഞില്ല. എങ്കിലും നിങ്ങൾ ഈ പോളിൽ പങ്കെടുത്തവരിൽ 71% ആൾക്കാരും, വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ്, 71% ആൾക്കാരും പ്രോഫിറ്റിലാണ് എന്ന് അറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഈ വായിട്ട് അലയ്ക്കുന്നതിന് അതിലൊരു പ്രയോജനമുണ്ടല്ലോ, ശരിയല്ലേ? ഞാൻ ഈ വഴക്ക് പറഞ്ഞാലും ബഹളം വെച്ചാലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടല്ലോ. സെബി പറയുന്നത് 10ൽ 9 പേരും പരാജയമാണ്. ഒരാളുമില്ല, 0.7 അവർ പറയുന്നത്. 10ൽ ഒരാൾ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുന്നുള്ളൂ. അതായത് 107 പേര് മാത്രമേ അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ പറയുന്നത്. ആ സ്ഥാനത്താണ് നമ്മൾ 171 പേരെ നമ്മൾ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളും കൂടെ വിചാരിച്ചാലേ ഒക്കത്തുള്ളൂ. അതിന് നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. കാണുന്നിടത്തെല്ലാം കയറി ട്രേഡ് എടുക്കാതെ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുമ്പം പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ആവുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുത്ത് ശീലിക്കുക. കൃത്യമായി സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിലെ കഥ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സമയം പോകുമെന്ന് എനിക്കറിയാം, എങ്കിലും ഇതൊക്കെ പറയേണ്ടത് അനിവാര്യതയായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതുകൂടെ നോക്കിയേക്കാം. അവിടെയാണെങ്കിൽ ഏകദേശം 150 ഏകദേശം, ഇപ്പം ഞാൻ എൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഒന്നും പറയുകയല്ല, ഞാൻ ജസ്റ്റ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അവിടെ 119 + 37 ഓക്കെ 156 പേര് അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ 1900 പേരോളം ഉണ്ട്. പക്ഷേ ഇത്രയും പേര് അവർ പോൾ ചെയ്തിട്ടുള്ളൂ. എന്താ കാര്യം എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങൾ ഇതുവരെയൊക്കെ നമ്മൾ സ്ക്രൂട്ടൺ ചെയ്യും. ഓക്കെ, 156 പേര് പറഞ്ഞതിൽ 119 പേര്, 119 / 156 = 76% ആൾക്കാർ. ഒക്കെ രണ്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇത് കാണാമല്ലോ. 76% ആൾക്കാർ അവിടെ പ്രോഫിറ്റിൽ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? വിചാരിച്ചാൽ
വേണേ ചക്ക വേരയിലും കായ്ക്കും. ഓക്കെ, ഇത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെതിരെ പല പണികളും വരാൻ സാധ്യതയുണ്ട്. എനിവേ, നോ പ്രോബ്ലം. ഞാനിത് ഇനിയും ഇങ്ങനെ പോളൊന്നും ഇടത്തില്ല. ജസ്റ്റ് ഇത് ഞങ്ങൾക്ക് മാസം അവസാനമായതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ആ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ സക്സസ് റേഷ്യോ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങ് വിടുക. ആ ഭാഗമേ ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ഇനിയും ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആണ്. ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ 55,000 കടന്നു അല്ലേ. 55,000 ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. 55,000 മേജർ നമുക്കൊരു സപ്പോർട്ടാണ് ഈ 55,000. ഓക്കെ, ഈ 55,000 തലവര ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ തലവര തന്നെയാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയോ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തിരിച്ച് കയറുമോ, അല്ലെങ്കിൽ 55,000 വന്നാലും ഇവിടെ തിരിച്ച് കയറും നോക്കുക. അല്ല, മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ 55,862 വരെയുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അവിടുന്ന് ഒരു പക്ഷേ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെവൽ എത്തുമ്പോഴും നമ്മൾ അവിടെ പ്രൈസ് ആക്ഷൻ നോക്കുക. പഠിച്ചവർ സമയമുള്ളവർ പ്രൈസ് ആക്ഷനൊക്കെ പഠിക്കുക. പഠിച്ച വീഡിയോ കിടപ്പുണ്ട്, പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. അടുത്ത മിഡ് ക്യാപ്പാണ് നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിക്കോണം മിഡ് ക്യാപ്പ്. അപ്പം മിഡ് ക്യാപ്പിനകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അന്ന് എക്സ്പയറി ദിവസത്തിന് ഒരാഴ്ച ആയിട്ടാണ് ഞാൻ അന്ന് ട്രേഡ് അതിനകത്തിൽ കാര്യം അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മുടെ ആദ്യത്തെ ആഴ്ചയായതുകൊണ്ട് കോസ്റ്റ് 140 ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ലോട്ട് സൈസ് വളരെ കൂടുതലായതുകൊണ്ട് ലാഭവും നഷ്ടവും വളരെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഈ 12,729 ഇത് കടന്നു കഴിഞ്ഞാൽ ഈ സാധനം പറക്കും. കാരണം ഇതിനകത്തിൽ കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് 2 വീക്കായിട്ട് ഇതിനകത്തിലെ ബി എസ് സിയും ഡിക്സണും വളരെ ശോകമായിരുന്നു. വളരെയധികം നല്ലപോലെ ഇത് ഫോളായി. അതിൻ്റെ ഈ മിഡ് ക്യാപ്പ് വീഴാനുള്ള മെയിൻ റീസൺ ഈ രണ്ട് സ്റ്റോക്കാണ് ബി എസ് സി ഡിക്സണും. ഇവിടെ രണ്ടുപേരും നല്ലപോലെ ഫോൾ ആയതുകൊണ്ടാണ് ഇത് വീണത്. ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ ഈ സംഭവമാണ് കാണുന്നത്. കണ്ടോ, ബി എസ് സി ഇന്നലെ 41 പോയിന്റ് കയറിയ അവസാന നിമിഷം. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത്. മാക്സ് ഹെൽത്ത് ഇവിടുന്ന് പോയി, ഇതിനകത്ത് നിന്ന് പോയി. ഓക്കെ, അത് നിഫ്റ്റി 50 പോയി. ഇനിയിപ്പോൾ മാക്സ് ഹെൽത്ത് ഇല്ല, പകരം വന്നത് ആരാന്ന് ഞാൻ നോക്കിയില്ല. അടുത്ത പെർസിസ്റ്റൻറ്റ് സിസ്റ്റം പെർഫോം ചെയ്തു. കോഫോർജ് അനങ്ങാൻ തുടങ്ങി. ഡിക്സൺ 1500 പോയിന്റോളം വീണായിരുന്നു ഡിക്സൺ. ഓക്കെ, അവിടുന്ന് വീണ്ടും ചിരിച്ച് മേലോട്ട് കയറാൻ തുടങ്ങി. ഞാനിങ്ങനെ ഈ ഭാഷ തന്നെ ഉപയോഗിച്ചത്, ചിരിച്ച് മേലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഡിക്സണും കോഫോർജും പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും ബി എസ് സിയും ഒക്കെ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,000 നമ്മൾ എത്രയും പെട്ടെന്ന് 13K മിഡ് ക്യാപ്പ് എത്തും. ഓക്കെ, ഇത് കടക്കണം. 723 കടന്നാൽ അടുത്ത ടാർഗറ്റ് 789. ഓക്കെ, പിന്നെ 840, പിന്നെ 12,915. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഇതിനകത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത ദിവസം മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുക. ഇതിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നോക്കുക. അല്ല, ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ ഓരോ റെസിസ്റ്റൻസ് എത്തുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും നോക്കി കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഒക്കെ മാനേജ് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,000 എത്താൻ വലിയ താമസമൊന്നും വേണ്ട മിഡ് ക്യാപ്പ്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. 140 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, നിങ്ങളത് മറന്നു പോകരുത്. ലാഭം വന്നാലും നഷ്ടം വന്നാലും വളരെ ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. സമയം ഇപ്പോൾ തന്നെ 10, 35, 40 മിനിറ്റോളമായി. വെരി സോറി. എനിക്കറിയാം കുറച്ച് പേര് പറയും സാറേ എത്ര ആളും കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണുമല്ലോ. മനസ്സിലായില്ലേ? മുഷിയുന്ന ആൾക്കാരും കാണും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത്. നമ്മൾ സാധാരണ ഇതിലൊരു വീഡിയോ, യൂട്യൂബിലൊരു വീഡിയോ 10 മിനിറ്റിൽ കൂടുതൽ ആരും കാണത്തില്ല എന്നാണ് പൊതുവെയുള്ള തത്വം. എനിവേ, എന്തായാലും നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.